ഇന്ത്യയുടെ ചാര ഉപഗ്രഹങ്ങൾ മിക്കതും തകർന്നു പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആരാണ് ഇതിന് പിന്നിൽ? സ്വകാര്യ കമ്പനിയായിട്ടുള്ള ഗാലക്സി ഐ വിക്ഷേപിച്ച സാറ്റലൈറ്റ് പ്രൊജക്ട് ദൃഷ്ടി, അതിൻ്റെ ഓൺബോർഡ് സർവീസിൽ തന്നെ നിരവധിയായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട് എന്ന് നേരത്തെ തന്നെ കുറേയധികം പരാതികൾ വന്നിട്ടുണ്ട്. എന്നാൽ ആ കമ്പനി തന്നെ ഇപ്പം വിശദീകരണവുമായിട്ട് വന്നിരിക്കുകയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അപ്പം ആരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചാര ഉപഗ്രഹങ്ങളെ, സാറ്റലൈറ്റുകളെ ലക്ഷ്യം വെക്കുന്നത്? കഴിഞ്ഞ ഒരു 3 കൊല്ലമായിട്ട് ഇന്ത്യയുടെ നിരവധി എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് സർവൈലൻസ് സാറ്റലൈറ്റ് എന്ന് പറയപ്പെടുന്ന, സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ചാര ഉപഗ്രഹങ്ങൾ, അത് നിരവധി എണ്ണം തകർന്നുപോയി. ചിലതൊക്കെ ഈ ISROയുടെ ചില വിക്ഷേപണങ്ങളൊക്കെ റോക്കറ്റിന്റെ കുഴപ്പം കൊണ്ട്, അതായത് ലോഞ്ച് വെഹിക്കിളിന്റെ കുഴപ്പം കൊണ്ട് തകർന്നുപോയി. ചിലതൊക്കെ ഈ ഓർബിറ്റിൽ എത്തിയതിനു ശേഷം പിന്നീട് കുഴപ്പങ്ങൾ സംഭവിച്ചു. എന്തിനു പറയുന്നു, നമ്മുടെ ഈ നാവിക് എന്ന് പറയുന്ന പൊസിഷനിങ്, കമ്മ്യൂണിക്കേഷൻ, ഗൈഡൻസ് സർവീസ് കൊടുക്കുന്ന അത്തരം ഉപഗ്രഹങ്ങളും പലതും കേടായിപ്പോയി. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് എനിക്ക് തോന്നുന്നു ഏപ്രിൽ, മെയ്, ജൂൺ, ഈ മാർച്ചിന് മുമ്പ്, മാർച്ച് തൊട്ട് ISROയുടെ വിക്ഷേപണങ്ങളൊന്നും നടക്കുന്നുമില്ല. ഇതിനിടയ്ക്ക് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവാൾ നേരിട്ട് തിരുവനന്തപുരത്തുള്ള ISROയുടെ സെന്റർ എത്തിച്ചേർന്നു. അദ്ദേഹം മുതിർന്ന ശാസ്ത്രജ്ഞന്മാരുമായിട്ടൊക്കെ ചർച്ച നടത്തി. നമ്മൾ പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾക്ക് നേരെ ആരോ ഇലക്ട്രോണിക് യുദ്ധം നടത്തുക. അത് ചൈനയാകാം, അമേരിക്കയാകാം, ഈ 2 രാജ്യങ്ങളിൽ ഏതോ ഒന്നാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഗാലക്സി ഐ എന്ന സ്വകാര്യ കമ്പനി വിക്ഷേപിച്ച ഓപ്ട്രോ SIR സാറ്റലൈറ്റ് ആയ മിഷൻ ദൃഷ്ടി തകരാറിലായിപ്പോയത്. ഇത് ലോകത്തെ ആദ്യത്തെ ഓപ്ട്രോ SIR സാറ്റലൈറ്റ് എന്ന് പറയും. ലോകത്തെ ആദ്യത്തെ, കാറ്റഗറി പെടുന്ന ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹം. എന്താണ് ഓപ്ട്രോ SIR സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ, ഓപ്ട്രോ SIR സാറ്റലൈറ്റുകളിൽ ഈ സാധാരണഗതിയിലുള്ള ഫോട്ടോ ഉപഗ്രഹത്തിൽ നിന്നും ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസർ വഴി സാധാരണ ഗതിയിലുള്ള ഫോട്ടോകൾ എടുക്കുമ്പോൾ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ വഴി മറ്റ് ഹൈ റെസൊല്യൂഷൻ ഫോട്ടോകൾ എടുക്കും. ഇത് രണ്ടും കൂടി ഓൺബോർഡായിട്ട് ഉപഗ്രഹത്തിനുള്ളിൽ വെച്ച് തന്നെ സംയോജിപ്പിച്ച് വളരെ ഹൈ റെസൊല്യൂഷനുള്ള, വളരെ കൃത്യതയുള്ള ഇമേജുകൾ ഭൂമിയിലേക്ക് അയക്കും. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്ന ലോകത്തെ ആദ്യത്തെ ഉപഗ്രഹമായിരുന്നു ഇത്. അതായത് ലോകത്തിൽ ഇത് ഓപ്റ്റിക്കൽ സെൻസർ, ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസർ സാറ്റലൈറ്റുകളുണ്ട്, സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാറ്റലൈറ്റുകളും. പക്ഷെ ഇത് രണ്ടും കൂടി സംയോജിപ്പിച്ച് ഭൂമിയിൽ ഒരു ലബോറട്ടറിയിൽ പ്രോസസ്സിങ് നടത്തേണ്ട, ഓൺബോർഡായിട്ട് പ്രോസസ്സിങ് നടത്തി 1 മിനിറ്റ് പോലും കളയാതെ, കാരണം ഇത് യുദ്ധം സമയത്താണ് ഇതിന്റെ പ്രസക്തി. സാധാരണഗതിയില് ഉപഗ്രഹങ്ങളിൽ നിന്ന് ഈ ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസർ വഴി എടുക്കുന്ന ഫോട്ടോകൾക്ക് ഒരു പ്രശ്നമുണ്ട്. നല്ല പകൽ വെളിച്ചത്തിൽ മാത്രമേ അത് അതായത് ആകാശത്തിൽ മേഘങ്ങളില്ലാത്ത വെളിച്ചമുള്ള തെളിഞ്ഞ ആകാശമുള്ളപ്പോഴാണ് ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസറുകൾ വഴിയുള്ള ഫോട്ടോഗ്രാഫി നടക്കുന്നത്. പക്ഷേ പലപ്പോഴും ആകാശം, മേഘാവൃതമായ ആകാശം, അതുപോലെ രാത്രികൾ, അല്ലെങ്കിൽ വെളിച്ചം കുറവുള്ള സമയങ്ങൾ, ഈ സമയത്തൊന്നും തന്നെ ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫോട്ടോഗ്രാഫിയിൽ അത്ര വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെയാണ് സിന്തറ്റിക് അപ്പർച്ചർ റഡാറുകൾ ഉപയോഗിച്ച് എടുക്കുന്ന രേഖാചിത്രങ്ങളുടെ പ്രസക്തി. ഇത് രണ്ടും കൂടി ഒരേ സാറ്റലൈറ്റ്, വിവിധ സാറ്റലൈറ്റുകൾ എടുത്തിട്ട് അതൊരു ലബോറട്ടറിയിൽ സംയോജിപ്പിച്ച് വരുമ്പോഴേക്കും എതിരാളിയുടെ മിസൈലും, അതുപോലെ മിസൈൽ ബാറ്ററികളും, അതുപോലെ മറ്റ് ആയുധങ്ങളും ഒക്കെ ആ സ്ഥലത്തുനിന്ന് മാറിപ്പോയിരിക്കും. അപ്പോ അവയെ നശിപ്പിക്കാനായിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കില്ല. ഇത് ഈ ഓപ്ട്രോ SIR സാറ്റലൈറ്റ് ഭ്രമണപഥത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ
തീർച്ചയായിട്ടും നമ്മുടെ സൈന്യത്തിന് അതൊരു വലിയ മേൽക്കൈ പാകിസ്ഥാനും ചൈനയ്ക്ക് മേൽ കൊടുക്കുമായിരുന്നു. ആ ഉപഗ്രഹം നഷ്ടപ്പെട്ടു എന്നത് നമ്മൾ പറയുന്നതിനപ്പുറത്തെ ഒരു കനത്ത നഷ്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇനി നമ്മൾ ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത് വ്യക്തമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. രാജ്യം അതിനെതിരെയുള്ള പ്രതിരോധ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അത് തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. കേന്ദ്ര സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ബോഡി ഗാർഡ് സാറ്റലൈറ്റുകൾ വിന്യസിക്കപ്പെടുന്നതും സ്പേസ് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകൾ വരുന്നതും ഒക്കെ തന്നെ. അതായത് ആകാശത്തിൽ വെച്ച് നമുക്കെതിരെ നടക്കുന്ന കൈനറ്റിക് കില്ലാണെങ്കിലും ഇലക്ട്രോണിക് വാർഫെയർ ആണെങ്കിലും രണ്ടും തടുക്കാനുള്ള ഉപഗ്രഹങ്ങൾ ഇപ്പോൾ സർക്കാർ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അത് തന്നെ ഇത്തരം ഒരു വലിയ യുദ്ധം നമുക്ക് നേരെ ആരോ അഴിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വളരെ കൃത്യമായ സൂചനയാണ്. ഇപ്പോ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ദൃഷ്ടി മിഷൻ സാറ്റലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ സാറ്റലൈറ്റിന്റെ വിക്ഷേപണത്തെ തുടർന്ന് ലോകമെമ്പാടുമുള്ള സ്വതന്ത്ര ബഹിരാകാശ നിരീക്ഷകരും, അപ്പൊ അവര് ഇപ്പൊ നമുക്ക് ഈ വ്യോമയാന മേഖലയിലും ബഹിരാകാശ മേഖലയിലുമൊക്കെ ഒരു രാജ്യത്തെയും ഒരു സൈന്യത്തിന്റെയോടും അറ്റാച്ച് ചെയ്യാത്തവരും വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ, നമ്മൾ ഫ്രീലാൻസ് ജേർണലിസ്റ്റുകൾ എന്ന് പറയുന്ന പോലെ ഫ്രീലാൻസ് സ്പേസ് ഒബ്സർവേഴ്സ് ഉണ്ട്. ഇവര് ഈ പൊതുവിടത്തിൽ ലഭ്യമായ വിവരം വെച്ചിട്ട് കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വിശകലനം ചെയ്യുന്നവര് പലപ്പോഴും സത്യം പറയുമ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദിക്കും, ഇവർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ എന്ത് സാങ്കേതിക വൈദഗ്ധ്യമാണ്, ഇവർ ശാസ്ത്രജ്ഞനാണ്, ഇവർക്ക് എവിടുന്ന് കിട്ടി ഈ വിവരം? ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ താഴെ ഇങ്ങനത്തെ ഉള്ള കമന്റുമായിട്ട് ആൾക്കാർ വരും. കാരണം ഇത് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു കമന്റാണ്, അതങ്ങ് എഴുതി വെക്കും. ഈ അങ്ങനെ ഇപ്പൊ ശാസ്ത്രജ്ഞനാവണമെന്നില്ല ശാസ്ത്രത്തിൽ നടക്കുന്ന കാര്യത്തെ കുറിച്ച് അങ്ങനെ ആണെങ്കിൽ എല്ലാവരും സംഗീതം പഠിച്ചിട്ടല്ലല്ലോ സംഗീതത്തെ കുറിച്ച് ചെയ്യുന്നത്. വിഷയം വളരെ നാളായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലെങ്കിലും ഇൻഫോർമൽ ആയിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന നിരവധി ആൾക്കാർ ലോകത്തുണ്ട്. അവർ പറഞ്ഞിരുന്നു ഈ സാറ്റലൈറ്റ് വിക്ഷേപണം തെറ്റിപ്പോയി, ഈ സാറ്റലൈറ്റിന് ഗാലക്സി ഇന്ത്യയുടെ ബഹിരാകാശ സാറ്റലൈറ്റ് നിയന്ത്രണ കേന്ദ്രങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം അവർ പറഞ്ഞത് ഇതിന്റെ വിക്ഷേപണത്തിൽ ഇത് ഉദ്ദേശിച്ച ഭ്രമണപഥത്തിൽ ഉദ്ദേശിച്ച ഇൻക്ലിനേഷനിൽ എത്തിയിട്ടില്ല. ഒരു ഉപഗ്രഹത്തിന് കൃത്യമായി ഫോട്ടോ എടുക്കണമെങ്കിലും കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും അതൊരു കൃത്യമായ ഭ്രമണപഥത്തിൽ കൃത്യമായ ഇൻക്ലിനേഷൻ ആയിരിക്കണം ഉപഗ്രഹം ഭ്രമണം ചെയ്യേണ്ടത് ഭൂമിയെ. പക്ഷെ ആദ്യം തന്നെ ഈ ഗാലക്സി ഐയുടെ അത്തരം ഗാലക്സി ഐയുടെ ഉപഗ്രഹത്തിന് അത് മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ഭ്രമണപഥത്തിലോ അതല്ലെങ്കിൽ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള ആ കറക്റ്റ് ഇൻക്ലിനേഷനിലോ ആ സാറ്റലൈറ്റിനെ അവർക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ പ്രതിസന്ധി. ഈ ഉപഗ്രഹങ്ങളൊക്കെ തന്നെ നമ്മൾ റോക്കറ്റ് വഴി അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ വഴി വിക്ഷേപിക്കുമ്പോൾ അത് ആ നിശ്ചിത ഭ്രമണപഥത്തിന്റെ അടുത്ത് ആണ് വിക്ഷേപിക്കുന്നത്. ഫൈനൽ കറക്ഷൻ കൃത്യമായ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നത് ഉപഗ്രഹത്തിലുള്ള ബൂസ്റ്ററുകളാണ്. ആ ബൂസ്റ്ററുകൾ പിന്നീട് പ്രവർത്തിച്ചിട്ട് വളരെ കൃത്യമായ ഭ്രമണപഥത്തിലേക്കും ഇൻക്ലിനേഷനിലേക്കും അത് എത്തപ്പെടും. പക്ഷെ അവിടെ ബൂസ്റ്ററുകളും പിന്നീട് സാറ്റലൈറ്റ് കമാൻഡ് സ്വീകരിക്കുന്നതിൽ വന്ന പരാജയങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഇപ്പൊ അവർ പറയുന്നത്, ഇപ്പൊ ഈ കമ്പനി ഗാലക്സി ഐ അന്ന് അതൊക്കെ നിഷേധിച്ചു, അങ്ങനെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നത്. പക്ഷെ ഇപ്പൊ അവരത് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ അവർ പറയുന്ന കാരണം ഉപഗ്രഹത്തിന്റെ ഓൺബോർഡ് സിസ്റ്റം, ആ കമ്പ്യൂട്ടർ സിസ്റ്റത്ത് ഈ കമ്മ്യൂണിക്കേഷൻ അതിനൊക്കെയുള്ള സിസ്റ്റങ്ങൾക്ക് എവിടെയോ തകരാറ് പറ്റി. അതൊരു സോളാർ സ്റ്റോം ഉണ്ടായപ്പോഴാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്റ്റോം അന്തരീക്ഷത്തിൽ ഉണ്ടാകാറ് സ്വാഭാവികമായിട്ട്, അത് പ്രകൃതിയുടെ കോസ്മിക് പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിനിടയിൽപ്പെട്ട ഇലക്ട്രോ മാഗ്നറ്റിക് സ്റ്റോമിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നു. പക്ഷെ അത് വരും ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പറഞ്ഞ സ്വതന്ത്ര നിരീക്ഷകർ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റൂ. എന്തായാലും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വലിയ വെല്ലുവിളികൾ എതിരാളികൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. അതിനി മൂടി വെച്ചിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ട് അതിന് പരിഹാരം കണ്ടെത്തണം.
അതിന് കേന്ദ്ര സർക്കാർ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അത് സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ള നിലയ്ക്ക് അതൊക്കെ ഒരു പഞ്ചവത്സര പദ്ധതിയായിട്ട് നടപ്പാക്കാനുള്ള സമയമൊന്നുമില്ല. അടുത്ത ഓപ്പറേഷൻ സിന്ദൂറില് പാകിസ്ഥാന്റെ കൈവശം പാകിസ്ഥാൻ ഒറ്റയടിക്ക് 6 ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളെ ഇപ്പോൾ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോ ഇതൊന്നും അത്ര ശരിയാവില്ല. എവിടെയോ നമുക്കെതിരെയുള്ള രാജ്യവിരുദ്ധ ശക്തികൾ വളരെ കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഇതിൽ അടിയന്തിരമായിട്ട് ഇടപെട്ട് ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയെ ഗ്രസിച്ചിരിക്കുന്ന ഞാൻ മുമ്പ് പറഞ്ഞതുപോലെയുള്ള അത്തരം ബാഹ്യശക്തികളെ കൃത്യമായിട്ട് കണ്ടെത്തി അവരെ ആക്കിയില്ലെങ്കിൽ അത് രാജ്യ സുരക്ഷയെ തന്നെ കൃത്യമായി ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വിവരങ്ങളും വിശകലനങ്ങളുമായിട്ട് വരും ദിവസങ്ങളിൽ വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.